ഹായ് ഓൾ. അപ്പോൾ അതെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ട്രിവാൻഡ്രം സിറ്റിയിൽ രാത്രി ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ആരാണ്, ഇതുവരെ ഇവരെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ പർപ്പിൾ ഷർട്ടിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് നിഷാദാണ് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. ഇവരുടെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വഴിയിൽ വെച്ച് മീറ്റ് ചെയ്ത് പർച്ചേസൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ അവളെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ശ്രീകാര്യത്താണ് കേട്ടോ അവളെ വീട്. ഞാൻ BAയും അവളും അവരും എല്ലാം BBAയും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിലെത്തി. ഈ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ ആഫി. ഇവളെ വീട്ടിൻ്റെ ആയിരുന്നു കേട്ടോ ഹൗസ് വാമിങ്. ബാക്കി ഇരിക്കുന്നവരെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇരിക്കുന്നത് ലെസ്നയാണ്, ഇത് ഷെഹനാസ്, മറ്റേത് ഷെഹനാസിൻ്റെ വൈഫ് മർവ, പിന്നെ ഇരിക്കുന്നത് അർജുൻ, ഇത് നിഷാദ്. അങ്ങനെ ഇതാണ് വീടെന്ന് പറയുന്നത്. അവളൊരു ഹോസ്റ്റൽ സെറ്റപ്പിലാണ് വീട് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പുറകിൽ വരുന്നത് അവളെ ഹസ്ബൻഡാണ് കേട്ടോ, ഷാനൂക്ക. പിന്നെ എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കാറുണ്ട് കേട്ടോ, എങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. എന്നെക്കാളും കമ്പനിയാണ് എൻ്റെ ഹസ്ബൻഡ് അവരെടുത്ത്. അതേ കണക്ക് തന്നെ അവർക്ക് തിരിച്ചും. ഞാനാണ് അവരുടെ കൂടെ പഠിച്ചത് എന്നുണ്ടെങ്കിലും നിഷാദാണ് അവരുടെ കംഫർട്ട് സോൺ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാളും കമ്പനിയാണ് എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ വരുമ്പോഴത്തേക്ക്. അവർക്ക് പിന്നെ നിഷാദും മതി. അങ്ങനെ ഞങ്ങളിതാ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും തമാശകളും ചിരിയും എല്ലാം ആയിട്ട് ഞങ്ങൾ നല്ല കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിതാ എല്ലാവരും പല വഴി പിരിഞ്ഞു കേട്ടോ. ഇനി എന്ന് ഇവരെ കാണാൻ പറ്റും, എപ്പോൾ കാണാൻ പറ്റും എന്നൊന്നും അറിയില്ലേ. കാരണം ആഫിയും ഷാനൂക്കായും ഇപ്പോൾ ഒരു 5-6 ദിവസത്തിനുള്ളിൽ തിരിച്ച് സൗദിക്ക് പോകും. ലെസ്നയെ പിന്നെ ഞാൻ കാണാറുണ്ട്. ലെസ്നെ ഞാൻ നമ്മുടെ കോളേജിലാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. പിന്നെ അർജുനെയും കാണാറുണ്ട്. പിന്നെ ഷെഹനാസിനെയും മറുവയും ഇനി എപ്പോൾ കാണുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ കൂടിക്കാഴ്ചകൾക്ക് അത്രയും സ്പെഷ്യലാവുന്നത് കേട്ടോ. ഞങ്ങൾ നേരെ കൊല്ലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. വാപ്പായെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പം ഞാൻ വാപ്പായുടെ കൂടെ 2-3 ദിവസം നിൽക്കാമല്ലോ എന്ന് കരുതി പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയെല്ലാം മഴയായിരുന്നേ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബായ്.